ഈ നിലവിലെ പത്തനംതിട്ട ലോക്സഭയിലെ സാഹചര്യം എങ്ങനെയാണ്? പത്തനംതിട്ട ഇതിപ്പം എന്നാ എല്ലാവർക്കും മതപരമായും കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല ഈ രാജ്യം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ രാജ്യം ഉറ്റുനോക്കുന്ന എല്ലാ മണ്ഡലവും രാജ്യം കാരണം ഇവിടുത്തെ ശബരിമലയും അതുപോലുള്ള വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാരണം ഞാൻ നിലവിലുള്ള ഇതൊക്കെ മാറിയിട്ട് ഇപ്പം ഇവരുടെ രീതിയിൽ ഇപ്പം മറ്റുള്ളവരെ നമ്മൾ പേരെടുത്തും പറയുന്നില്ല, ചിലരുടെ സങ്കുചിത ചിന്തകളുള്ള പാർട്ടികളുണ്ടെങ്കിൽ അവർക്കത് തോൽവി തന്നെ സമ്മാനിക്കും. കാരണം വെച്ചാൽ ശബരിമല വിഷയമാണ് എന്താണെങ്കിലും അത് പാരമ്പര്യമായിട്ട് തുടർന്നു പോകുന്നതിന് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. പാരമ്പര്യമായിട്ട് ശബരിമല ആവട്ടെ ഏത് വിശ്വാസപരമാവട്ടെ പുതിയ ആശയങ്ങളൊന്നും ആരും യോജിക്കുന്നില്ല. വിശ്വാസം പഴമ നിലനിൽക്കാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനോട് യോജിച്ചുകൊണ്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാലും രാജ്യത്തിൻ്റെ ഭരണം എന്ന് പറയുമ്പം രാജ്യത്തിൻ്റെ ഭരണം പ്രത്യേക രീതിയിൽ ഏകവ്യക്തി നിയമം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ മറ്റു രാജ്യങ്ങൾ പോലെയല്ല. ഒരുപാട് മതങ്ങളും ഒരുപാട് ജാതികളും ഉപജാതികളും ഒരുപാട് ഭാഷകളും നിലനിൽക്കുന്നതാണ്. ഇപ്പം ബ്രിട്ടനെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അമേരിക്ക എടുത്ത് നോക്കിയാൽ അവിടുത്തെ മതം ഏതാണെന്ന് വെച്ചാൽ ഒറ്റ മതമേ ഉള്ളൂ, ക്രിസ്തു മതം. നിങ്ങളുടെ ഭാഷ എന്നാന്ന് വെച്ചാൽ ഒറ്റ ഭാഷയുള്ളൂ, ഇംഗ്ലീഷ്. ഇപ്പം ഇന്ത്യയിലൊരു 10 പേരെ എടുത്ത് നിർത്തുകയാണെങ്കിൽ അവരുടെ 10 പേരുടെ 10 ഭാഷയാണ്, 10 മതമാണ്. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലൂരാലിസമാണ്, ബഹുസ്വരതയാണ്. എന്നും ഗാന്ധിജി മുതൽ ഇന്നേ വരെ ഉള്ളവരൊക്കെ ഗാന്ധിജി എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഹിന്ദു ഗാന്ധിജിയാണ്. ആ ലോകം കണ്ട ഹിന്ദു തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായി മാറിയത്. മതത്തിനെ ഒന്നിക്കൊണ്ട് തന്നെയാണ് മതേതരവാദിയായത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇത് ബഹുസ്വരത നിലനിർത്തി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പല ജാതികളും പല മതങ്ങളും പല ഭാഷകളും ഉള്ള ഈ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ അതങ്ങനെ തന്നെ പോകണം. ആ ഒരു ബഹുസ്വര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും പാഴ്സിയും സിഖും എല്ലാം ഒരുമിച്ച് പോകുന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു നല്ല പൂവ് മാത്രം ഒരുപാട് നല്ല പൂന്തോട്ടം എന്ന് പറയില്ല. അതിന് മണമുള്ളതും മണമില്ലാത്തതും എല്ലാ പൂവുകളും ഒരുമിച്ച് ചെയ്യുന്നതിന് പൂന്തോട്ടം എന്ന് പറയും. എന്ന് പറയുന്നത് ഇന്ത്യയിലെന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ പ്ലൂരാലിസം കൊണ്ടാണ് ഇന്ത്യ പേര് കേട്ടത്. ലോകത്തിൻ്റെ മുമ്പിൽ ലോകം കണ്ട മുമ്പിൽ പേര് ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രം എന്നുള്ള രീതിയിലാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വവും. ഇത് കാത്തു സൂക്ഷിച്ചവരാണ് ദേശീയ നേതാക്കളെല്ലാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ മൗലാന അബ്ദുൽ കലാം ആസാദ്, അതുപോലെ ഗാന്ധിജി, അതുപോലെ തന്നെ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഇവരെല്ലാം ഹിന്ദുവും മുസ്ലിമും എല്ലാം ആയിരുന്നല്ലോ. അവരെല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല. അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏതാണെങ്കിലും മനുഷ്യനാണ്. എല്ലാവരും മനുഷ്യനാണ്. ഇപ്പം പുതിയതെന്താ, ഞാൻ ധരിക്കുന്ന വസ്ത്രമേ മറ്റൊരാൾ ധരിക്കാൻ പാടുള്ളൂ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമേ മറ്റൊരു കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ പാടില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, നിങ്ങൾക്കുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ. എൻ്റെ ഭക്ഷണത്തിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഞാനും ഇടണ്ട. എൻ്റെ വസ്ത്രം ഞാൻ ധരിക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ വസ്ത്രത്തിൽ ഞാൻ ഇടാൻ പാടില്ല, എൻ്റെ വസ്ത്രത്തിൽ നിങ്ങൾ ഇടണ്ട. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസ സംഹിത അനുസരിച്ച് ഞാൻ ജീവിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളും ജീവിക്കുക. എൻ്റെ വിശ്വാസം നിങ്ങൾ ഏർപ്പെടണ്ട, നിങ്ങളിൽ ഞാനും വരുന്നില്ല. ഇത് തന്നെയാണ് ബഹുസ്വര. ഇതാണ് പ്ലൂരാലിസം എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ത്യ എല്ലാ ലോകരാജ്യം പ്ലൂരാലിസം കൊണ്ട് മാത്രമേ ഇന്ത്യ നിലനിന്നിട്ടുള്ളൂ. അത് തന്നെയാണ് ഇന്നും നിലനിർത്തേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലോകത്ത് എവിടെ പോയാലും ഒറ്റ മതം ഒറ്റ ഭാഷയേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഷകളും ഒരുപാട് മതങ്ങളും ഒരുപാട് ഉപമതങ്ങളും ഒക്കെ രാജ്യമാണ് ഇന്ത്യ. ഇതിനെല്ലാം അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയായി മാറിയത്. ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടെയാണ്. അമേരിക്കയുടെ 4ാമത്തെ പ്രസിഡൻ്റായിരുന്നു ഭരണഘടന ഉണ്ടാക്കി. കാരണം നിസ്സാരമായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ വലിയ ഭരണഘടന. എന്താ വെച്ചാൽ ഇത്രയും പേരെ ഉൾക്കൊള്ളണ്ടേ, ഈ രാജ്യങ്ങളിലുള്ള മൊത്തം മതങ്ങളെയും വിശ്വാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുള്ള ഭരണഘടന. അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടന ഒന്നും ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അങ്ങനെ തിരുത്തുമ്പോഴാണ് വിഷയം ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം ഒന്നാമത് തന്നെ അവകാശങ്ങൾ കത്തിവെക്കുന്നതാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഇത്രയും ഗാന്ധിജിയും അതുപോലുള്ള ലോക നേതാക്കളെല്ലാം ഉണ്ടാക്കി ഗാന്ധിജിയെല്ലാം ഉണ്ടാക്കി ആ ഭരണഘടനയെ അതിനെ മാറ്റം ചെയ്യാൻ പോകുന്നു. അതൊക്കെ നമുക്ക് ലോകത്ത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇന്ത്യൻ പൗരന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ത്യയിൽ എല്ലാവരും വേണം. ഹിന്ദുവും ജീവിക്കണം, മുസ്ലിമും ജീവിക്കണം, ക്രിസ്ത്യാനും ജീവിക്കണം. അവരുടെ മതങ്ങളനുസരിച്ച് തന്നെ ജീവിക്കട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത് ഒരു വിഭാഗം മാത്രം ജീവിക്കാവുള്ളൂ, ഒരു വിഭാഗത്തിൻ്റെ ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. അവരുടെ രീതി അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല, ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ മനുഷ്യനല്ലേ, ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്നവരാണ്. എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിച്ച രാജ്യമല്ലേ, അങ്ങനെ തന്നെ ജീവിക്കണം. ഈ ഇന്ത്യ അവസാനം വരെ അങ്ങനെ തന്നെ ജീവിക്കണം. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എല്ലാവരെയും ഒരേ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുണ്ടല്ലോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ഞങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും. ഞങ്ങളൊന്നും ഒരുമില്ല. ഞങ്ങൾ അവരുടെ വീട്ടിലൊരു വിഷയമുണ്ട്, പ്രശ്നം ഒരു വിശേഷങ്ങളിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുകയും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പങ്കെടുക്കുകയും ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്.
ഒരുമിച്ച് കൂടാം. ഇത് തന്നെയാണ് നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനൊന്നും വിഘാതം വരരുത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് നാളെ കഴിഞ്ഞു പോകും. നമ്മൾ ഇനിയും ജീവിക്കേണ്ടവരാണ്. നമ്മൾ സഹോദരങ്ങളായിട്ട് തന്നെ ജീവിക്കേണ്ടവരാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഇനിയും വരുമല്ലോ. ഇതിങ്ങനെ വന്നുകൊണ്ടോ ഇത് എത്രയോ കണ്ട് ഈ ഭൂമി എന്തെല്ലാം കണ്ടതാണ്, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. നമ്മൾ ഈ ആകെ ഒരു 10-60 കൊല്ലങ്ങളിൽ നമ്മളൊരു 70 വയസ്സ് വരെ ജീവിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ദിവസം എത്രയെന്നറിയോ? 25,567 ദിവസമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യത്തോടെ 70 വയസ്സ് വരെ ജീവിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി ആയുസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ 70 72 ഇപ്പോൾ 70. ആ ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ദിവസം 25,567 ദിവസമേ ഉള്ളൂ. ഇതിനകത്ത് പകുതി ദിവസം ഉറങ്ങിത്തീരുക. രാവും പോലും കൂടിയാണുള്ള ദിവസം എന്നത് പകുതി, അതായത് 12,500 ദിവസം ഉറങ്ങിത്തീരുക. 12,500 ദിവസം ഈ മനുഷ്യനിക്കുള്ളൂ. അത് തന്നെ ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും പിള്ളേരെ അതും ഇതിനെല്ലാം തീരുക. പിന്നെ ഒരു 10,000 ദിവസമാണ് നമുക്ക് 70 വർഷം ജീവിക്കുന്ന ആൾക്ക് 5,000 രൂപ 5,000 ദിവസമാണ് കിട്ടുന്നത്. ഈ 5,000 ദിവസം ജീവിക്കുന്നത് നമ്മൾ എന്തിനാ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന് പറഞ്ഞാൽ തമ്മിലടിക്കുന്നത്? നമ്മളിതൊന്നുമില്ല. നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യനായിട്ട് മരിക്കണം. നമ്മളെപ്പറ്റി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയണം അവൻ നല്ലവനായിരുന്നു എന്ന് പറയണം, അവനെപ്പറ്റി ഓർക്കപ്പെടണം. അല്ലാതെ അവനൊരു വിധ്വംസ പ്രവർത്തകനായിരുന്നു, തീവ്രവാദിയായിരുന്നു, അങ്ങനെ പറഞ്ഞ് അവനെ നമ്മൾ താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരരുത്. നമ്മളെപ്പോഴും മനുഷ്യനെ മനുഷ്യനാക്കി കാണുക. മൃഗത്തിൽ നിന്ന് നമ്മളെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കുള്ള ആ വിവേകബുദ്ധിയും നമ്മുടെ ആ കാഴ്ചപ്പാടുമാണ് മൃഗത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് കാണിക്കുന്നത്, ഇല്ലേ? അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. തെരഞ്ഞെടുപ്പ് ആരും വരട്ടെ, ജയിക്കട്ടെ. നമ്മൾ മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് മനുഷ്യനായിട്ട് പെരുമാറുക. നമുക്ക് ഉള്ളത് എന്നാ ഭരണഘടന മാറ്റാൻ പാടില്ല. നമ്മുടെ ഏറ്റവും പവിത്രമായ ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല പവിത്രമുള്ള ഭരണഘടന അത് മാറാൻ പാടില്ല. അതുപോലെ മൗലിക അവകാശങ്ങൾ തകർക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.